സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. കരുണ കാണിക്കൂ, യുദ്ധം നിർത്തി ആളുകളെ കൊല്ലുന്നത് അവസാനിപ്പിക്കൂ. യാചനയുമായി ഗാസയിലെ ഏക കത്തോലിക്ക വൈദികൻ. ഇവിടെ എല്ലാവർക്കും കരുണയ്ക്കായി അപേക്ഷിക്കുകയാണ്. കരുണ കാണിക്കൂ, അനുകമ്പ കാണിക്കൂ, ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കൂ. ഗാസയിലെ ഏക കത്തോലിക്ക വൈദികനായ ഫാദർ ഗബ്രിയേൽ റൊമാനെല്ലി കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു വീഡിയോയിൽ പറഞ്ഞ വാക്കുകളാണ്. ഇസ്രയേൽ പാലസ്തീനും ഗാസയിലുമായി നടത്തുന്ന നരനായാട്ടിനെതിരെ കനത്ത പ്രതിഷേധമാണ് ആഗോളതലത്തിൽ ഉയരുന്നത്. ഇതിനിടെയാണ് സമാധാനത്തിനു വേണ്ടി അപേക്ഷയുമായി ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ തിരുക്കുടുംബ ദേവാലയത്തിന്റെ വികാരി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ശരിക്കും ഭയാനകരമായ കഥകളാണുള്ളത്. ആളുകൾ വളരെയധികം ദുഃഖിതരാണ്. എല്ലാവരോടും കരുണ കാണിക്കാനും ദൈവത്തിന് മുന്നിൽ കരുണ പ്രകടിപ്പിക്കാനും അവർ അപേക്ഷിക്കുന്നു. ദൈവസ്നേഹത്തെ പ്രതി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എല്ലാവരോടും കരുണ കാണിക്കാനും അവർ അപേക്ഷിക്കുന്നു. ഗാസയിലെ ബോംബാക്രമണം തുടരുകയാണ്. സ്ഫോടനങ്ങൾ 200-300 മീറ്റർ മാറി സംഭവിക്കുന്നുണ്ട്. സ്ഫോടനത്തിന്റെ ശബ്ദം വളരെ ഉച്ചത്തിൽ മുഴങ്ങുന്നു. അവരുടെ അടുത്തിരിക്കുന്നവരോ ആ സ്ഥലങ്ങളിലുള്ളവരോ ആയ ആളുകൾക്ക് അത് എങ്ങനെ ബാധിക്കുന്നുവെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എല്ലാ ദിവസവും കൂടുതൽ മരണങ്ങളും ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരോട് എന്തു പറയണമെന്ന് ചിലപ്പോൾ തനിക്ക് അറിയില്ല. സമാധാനത്തിനു വേണ്ടി യഥാർത്ഥ പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല. എടുത്ത മോശം തീരുമാനങ്ങൾ തിരുത്തി എഴുതിയിട്ടില്ല. തങ്ങളുടെ പൂർവികർ ജനിച്ചതും അവർക്ക് അവകാശമുള്ളതുമായ വീടുകൾ പുനർനിർമ്മിക്കാൻ പോലും അനുമതിയില്ലാതെ ആയിരിക്കുന്നു. ലയോ 14 മാർപ്പാപ്പയും ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസായ കർദിനാൾ പിയർ ബാസ്റ്റില്ല പിസാബലിയും സമാധാനത്തിനായി നടത്തുന്ന ഇടപെടലുകൾക്ക് നന്ദി അർപ്പിക്കുന്നതായും ഫാദർ ഗബ്രിയേൽ റൊമാനെല്ലി പറഞ്ഞു. പ്രതിസന്ധിയുടെ ഈ കാലയളവിൽ വിവിധ മതവിശ്വാസികളായ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അഭയമൊരുക്കിയും ഭക്ഷണവും മറ്റു വസ്തുക്കളും നൽകി ചേർത്തുപിടിക്കുന്ന ഇടവകയാണ് ഫാദർ ഗബ്രിയേൽ റൊമാനെല്ലി അധ്യക്ഷനായ ഹോളി ഫാമിലി ദേവാലയം. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.